അങ്ങനെ 2025 പടിയിറങ്ങുന്നു. കായിക രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ വർഷമാണ് കടന്നു പോകുന്നത്. സംഭവബഹുലമായ 365 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ലോകത്തും രാജ്യത്തും നടന്നത് ഒട്ടേറെ സംഭവ വികാസങ്ങളാണ്. അതിൽ രാജ്യത്തിനും അഭിമാനിക്കാനും ഏറെയുണ്ട്. വിവിധ മേഖലകളിൽ ഇന്ത്യൻ പെൺപട നേടിയതാവട്ടെ ഐതിഹാസികമായ വിജയവും ഏകദിന ലോകകപ്പിലും കബഡി ലോകകപ്പിലും കാഴ്ചപരിമിതരുടെ പ്രഥമ T20 ലോകകപ്പിലും ഫിഡെ വിമൻസ് ഗ്രാൻഡ് സീസണിലുമെല്ലാം വനിതകൾ പൊരുതി മുന്നേറിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിൻ്റെ നെറുകയിലെത്തി. പറഞ്ഞു തുടങ്ങിയാൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ കായിക രംഗത്ത് പങ്കുവയ്ക്കാൻ. ഈ വർഷത്തെ ലോക കായിക രംഗത്തെ പ്രധാന നേട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ജനയുഗം ഓൺലൈൻ സ്പോർട്സ് ഡയറി 2025 ഫ്ലാഷ് ബാക്കിലേക്ക് സ്വാഗതം. ഏഷ്യ കപ്പ് മത്സരത്തിൽ ഏതൊരു കായിക പ്രേമിയുടെയും മനസ്സിൽ പതിഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കലാശപ്പോരായിരുന്നു. ഒടുവിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വപ്നം പോലെ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ കിരീടം ചൂടി. ഇന്ത്യയുടെ 9ാമത് ഏഷ്യ കപ്പ് നേട്ടമായിരുന്നത്. എന്നാൽ ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലവൻ എന്ന നിലയിൽ PCB ചെയർമാനും പാക് ആഭ്യന്തരമന്ത്രിയും കൂടിയായ മൊഹസിൻ നഖ്വിയാണ് കപ്പ് കൈമാറേണ്ടിയിരുന്നത്. ഇത് ഒഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത്. ഏഷ്യ കപ്പിൻ്റെ 41 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും കലാശക്കളിയിൽ നേർക്കുനേറെത്തുന്നതും. എന്നാൽ ടൂർണമെൻറ്റിൽ ഒരു തോൽവിയുടെ കയ്പ് പോലും അറിയാതെയാണ് ഇന്ത്യ വന്നത്. അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മയും 4 വിക്കറ്റുകൾ നേടി പാക് നിരയെ തകർത്ത കുൽദീപ് യാദവുമാണ് ഇന്ത്യയുടെ വിജയശില്പികളായി മാറിയത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ പൊതുചരിത്രമെഴുതിയ ഇന്ത്യൻ പെൺപട നേടിയെടുത്ത വിജയമായിരുന്നു ഈ വർഷത്തെ മറ്റൊരു പ്രധാന സംഭവം. ഇന്ത്യയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അന്ന് സഫലമായത്. ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ 52 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത്. കലാശ പോരാട്ടത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ വനിതകൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക 45.3 ഓവറിൽ 246 റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 2 തവണ ഫൈനലിൽ തോറ്റതിൻ്റെ നിരാശയാണ് ഇന്ത്യ ഈ ചരിത്ര വിജയ നേട്ടത്തിലൂടെ മറന്നത്. ഹർമൻപ്രീത്, ഷെഫാലി വർമ്മയും ദീപ്തി ശർമ്മയും മികച്ച പ്രകടനങ്ങളിലൂടെ വിജയത്തിൽ നിർണായകമായി. കൗറിൻ്റെ ക്യാപ്റ്റൻസിയിലൂടെയും ടീമിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഗൗതം ഗംഭീറിൻ്റെ പരിശീലനത്തിൽ സ്വന്തം മണ്ണിൽ ദക്ഷിണാഫ്രിക്കയോട് നാണം കെട്ട് തോറ്റ് ടെസ്റ്റ് പരമ്പര നഷ്ടമായതിന് പിന്നാലെയാണ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ വിജയം ഏറെ മധുരം തുളുമ്പുന്നതായത്. സീനിയർ താരങ്ങൾ ഏകദിന ക്രിക്കറ്റ് ടീമിൽ എത്തിയതോടെയാണ് മാറ്റങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന മത്സരത്തിൽ 9 വിക്കറ്റിൻ്റെ അനായാസ ജയമാണ് ഏകദിനത്തിൽ നേടിയത്. ഇതോടെ 3 മത്സര പരമ്പര 2-1 ഇന്ത്യ കൈക്കലാക്കി. ആദ്യ ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 47.5 ഓവറിൽ 270 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 39.1 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യത്തിലെത്തിയത്. ഏകദിനത്തിൽ മാത്രം കളിക്കുന്ന കോഹ്ലിയും രോഹിത്തും ഉഗ്രൻ പ്രകടനമാണ് ബാറ്റ് കൊണ്ടെന്ന് കാഴ്ചവെച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ 2 സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും നേടി പരമ്പരയിലെ താരമായാണ് കോഹ്ലി മടങ്ങിയതും. എന്നാൽ ഗംഭീറിൻ്റെ പരിശീലനത്തിലുള്ള യുവതാരങ്ങളുടെ നിര ടെസ്റ്റ് പരമ്പര തോറ്റതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിന്നും നേരെ 6ാം സ്ഥാനത്തേക്കാണ് വീണത്. ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറുമായി സീനിയർ താരങ്ങളായ കോഹ്ലിയും രോഹിത്തും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നു. 2026 IPL സീസണിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളത്തിലിറങ്ങുമെന്ന വാർത്തയെ ഏറെ ആഹ്ലാദത്തോടെയാണ് കായിക പ്രേമികൾ സ്വീകരിച്ചത്. സഞ്ജുവിന് പകരമായി CSK താരങ്ങളായ രവീന്ദ്ര ജഡേജയും ഇംഗ്ലണ്ട് താരം സാം കറനുമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ മറ്റ് താരങ്ങൾ. താരക്കൈമാറ്റ ജാലകത്തിലൂടെ 18 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജുവിനെ ചെന്നൈ റാഞ്ചിയത്. ഇത്തവണ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല. പകരം ഋതുരാജ് ഗെയ്ക്വാദാണ് ക്യാപ്റ്റനാകുക.
വനിതാ കബഡി ലോകകപ്പ് ടൂർണമെന്റിൽ ചൈനീസ് തായ്പേയെ തകർത്ത് ഇന്ത്യൻ വനിതാ ടീം ലോക കിരീടം നേടിയതും ഈ വർഷത്തെ നമ്മുടെ മറ്റൊരു സുവർണ നേട്ടം തന്നെയായിരുന്നു. ഇതോടെ കബഡിയിൽ ഇന്ത്യ തുടർച്ചയായ രണ്ടാം കിരീടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിൽ പ്രവേശിച്ചത്. സെമി ഫൈനലിൽ ഇറാനെ 33-21 എന്ന സ്കോറിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയതും. ഗ്രൂപ്പ് ഘട്ടത്തിലടക്കം പരാജയമറിയാതെയാണ് ചൈനീസ് തായ്പേയും ഫൈനലിൽ എത്തിയത്. കാഴ്ച പരിമിതരുടെ പ്രഥമ T20 ലോകകപ്പിലും ചരിത്രം രചിച്ച ഇന്ത്യൻ വനിതകളുടെ കിരീട നേട്ടം നമുക്കെല്ലാം അഭിമാനം നൽകുന്നതാണ്. കൊളംബോയിൽ നടന്ന ഫൈനലിൽ നേപ്പാൾ വനിതകളെ 7 വിക്കറ്റിന് കീഴടക്കിയായിരുന്നു ഇന്ത്യയുടെ ഈ വിജയം. കൊളംബോയിലെ പി സാറ ഓവലിൽ നടന്ന ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തപ്പോൾ 115 റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ ഇന്ത്യൻ സംഘം 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ തങ്ങളുടെ ലക്ഷ്യം കണ്ടു. 27 പന്തിൽ 44 റൺസുമായി പുറത്താകാതെ നിന്ന ഫുല സാരനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 2025 IPL സീസണിൽ തങ്ങളുടെ കന്നി കിരീടം നേടിയതാണ് ഈ വർഷത്തെ മറ്റൊരു വിശേഷം. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിനാണ് പരാജയപ്പെടുത്തി കോഹ്ലിയും സംഘവും കപ്പിൽ മുത്തമിട്ടത്. എന്നാൽ RCBയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരേഡിൽ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങളെ കാത്തുനിന്ന ആരാധകർക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് കണ്ണീർ ഓർമ്മയായി അവശേഷിക്കുന്നു. ലെവൽസ് ഫൈറ്റ് ലീഗിൽ ഇന്ത്യ നേടിയത് ചരിത്ര നേട്ടം. MMA സ്ട്രൈക്കറും സംഗ്രാമിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഗുസ്തിക്കാരനുമായ ടുണീഷ്യയുടെ ഹക്കിം ട്രാബൽസിയെയാണ് സംഗ്രാം നേരിട്ടത്. പ്രായം കുറഞ്ഞ ഒരു എതിരാളിയെ കരുത്തോടെ നേരിട്ട സംഗ്രാം സിംഗിന്റെ അർഹമായ വിജയം തന്നെയായിരുന്നു ഇത്. യൂറോപ്പിലെ ആംസ്റ്റർഡാം ആയിരുന്നു പ്രധാന വേദി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ നേടിയത് ചരിത്ര റെക്കോർഡാണ്. 2025 മറ്റൊരു നേട്ടം. ഇതോടെ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും 100 വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി ബുംറ മാറി. ഒഡീഷയിലെ കട്ടക്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ വിക്കറ്റ് നേടിയതോടെയാണ് 2020 ഫോർമാറ്റിൽ താരത്തിന്റെ വിക്കറ്റ് നേട്ടം 100 ആയത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന 5ാം ബൗളറാണ് ബുംറ. ATP ഫൈനൽസ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീട പോരാട്ടത്തിൽ ലോക 1ാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ തോൽപ്പിച്ച് കിരീടം നിലനിർത്തിയ ഇറ്റലിക്കാരൻ യാനിക് സിന്നറാണ് ഈ വർഷത്തെ മറ്റൊരു താരം. ലെയ്റ്റൻ ഹെവിറ്റ്, റോജർ ഫെഡറർ, നോവാക് ജോക്കോവിച്ച് എന്നിവർക്ക് ശേഷം ഈ നൂറ്റാണ്ടിൽ ATP കിരീടം നിലനിർത്തുന്ന താരമാണ് 24-കാരൻ സിന്നർ. ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതോടെ ചെസ്സിലെ വിശ്വകിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി 19-കാരി ദിവ്യ ദേശ്മുഖ്. താരം ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിക്കും അർഹയായിട്ടുണ്ട്. ജോർജിയയിലെ ബാത്തോമിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ തറപറ്റിച്ചാണ് ദിവ്യ കിരീടം കരസ്ഥമാക്കിയത്. ജേതാവിനെ കണ്ടെത്താനുള്ള 2ാം ഗെയിമിലും സമനിലയിലായതോടെയാണ് മത്സരം ടൈ ബ്രേക്കിന് വഴിമാറിയത്. ഓസ്ട്രേലിയൻ ഓപ്പണർ സൂപ്പർ സീരീസ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ കിരീടം നേടിയതും രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തി. ഫൈനലിൽ ജപ്പാന്റെ യുഷി തനാഗയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. തുടർച്ചയായി 2 ഗെയിം ജയിച്ചാണ് ഈ കലണ്ടർ വർഷത്തിലെ ആദ്യ കിരീട നേട്ടം ലക്ഷ്യ സെൻ ആഘോഷമാക്കിയത്. സെമി ഫൈനലിൽ വിജയം നേടാൻ 80 മിനിറ്റിലധികം സമയം വേണ്ടി വന്നിരുന്നു ലക്ഷ്യയ്ക്ക്. ഫൈനലിലാവട്ടെ എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി വന്നതാവട്ടെ വെറും 38 മിനിറ്റും. പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വിരമിക്കുന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. 2026 ഫിഫ ലോകകപ്പാണ് തന്റെ കരിയറിലെ അവസാന ലോകകപ്പ് എന്നായിരുന്നു റൊണാൾഡോയുടെ പ്രഖ്യാപനം. ലോകകപ്പിന് ശേഷം 1 വർഷം കൂടി ഫുട്ബോളിൽ തുടർന്നേക്കുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം തനിക്ക് 41 തികയുമെന്നും പിന്നെയും ഒരു 5 വർഷം കൂടി ദേശീയ കുപ്പായത്തിൽ കളിക്കാനാകില്ല, എന്നാൽ കഴിയുന്ന കാലത്തോളം ഫുട്ബോൾ കളിക്കുമെന്നും റൊണാൾഡോ പറഞ്ഞു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന റൊണാൾഡോയുടെ 6ാമത്തെ ലോകകപ്പാണ്. പോർച്ചുഗൽ ജേഴ്സിയിൽ 143 ഗോൾ നേടിയിട്ടുള്ള ക്രിസ്ത്യാനോ കരിയറിൽ ആകെ 950 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നിലവിൽ സൗദി ക്ലബ് അൽ നസർ താരമാണ് അദ്ദേഹം. മെസ്സിയുടെ തിളക്കത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മിയാമി മേജർ ലീഗ് സോക്കർ കിരീടം നേടിയതും 2025 നേട്ടം തന്നെയാണ്. ജർമ്മൻ സ്ട്രൈക്കർ തോമസ് മുള്ളറുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കനേഡിയൻ ടീമായ വാൻകൂവർ വൈറ്റ് ക്യാപ്സിനെതിരെ 3-1 ഇന്റർ മിയാമിയുടെ വിജയം.
ഈ കപ്പ് നേടിയതോടെ ലയണൽ മെസ്സിയുടെ കരിയറിലെ 48ാമത് കിരീട നേട്ടമെന്ന ചരിത്രമാണ് അവിടെ പിറന്നത്. ടൂർണമെന്റിൽ 29 ഗോളുമായി മെസ്സി ടോപ്പ് സ്കോററുമായി. കായിക രംഗത്തെ ലോക വർത്തമാനങ്ങളും വാർത്തകളും ഇനിയുമുണ്ട് ഏറെ. ചരിത്ര താളുകളിലേക്ക് രാജ്യം നടന്നു കയറിയ നേട്ടങ്ങൾ പുതുവർഷത്തിലും തുടരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജനയുഗം ഓൺലൈൻ സ്പോർട്സ് ഡയറി 2025 ഫ്ലാഷ് ബാക്കിനായി സമയം നീക്കിവെച്ച മുഴുവൻ പേർക്കും ജനയുഗം കുടുംബത്തിന്റെ നന്ദി.